So hello guys, once again welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ആണ്. ഇത് നിങ്ങൾക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. ഫസ്റ്റ് വേണ്ടത് IN4007 ഡയോഡ്. ഇങ്ങനത്തെ 4 ഡയോഡ് വേണം. പിന്നെ 25 വോൾട്ട് 470 UF കപ്പാസിറ്റർ, ഇങ്ങനത്തെ ഒന്ന് മതി. പിന്നെ ഒരു zener ഡയോഡ് വേണം, 12 വോൾട്ടിൻ്റെ zener ഡയോഡ്. പിന്നെ 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്ററും. പിന്നെ ഒരു 105J 400 വോൾട്ടിൻ്റെ വേറൊരു കപ്പാസിറ്ററും കൂടി വേണം. നമ്മൾ 2 ഡയോഡ് എടുത്തിട്ട് സിൽവർ ലൈനിലുള്ള 2 ഭാഗം എടുത്തിട്ട് ജോയിൻ ചെയ്ത ആളാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയതിനും വേറൊരു ചാർജർ ഉണ്ടാക്കണേ, അതിൽ നല്ല പറഞ്ഞു തന്നിക്കണേ. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടുനോക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത 2 ഡയോഡ് എടുക്കുക. ആ 2 ഡയോഡിൽ സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗം കൂടി ജോയിൻ ചെയ്യുക. ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യണം, തെറ്റാവരുത്. അങ്ങനെ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ മറ്റേ ഭാഗം ജോയിൻ ചെയ്തതും ഈ ഭാഗം ജോയിൻ ചെയ്തതും കൂടി എടുത്തിട്ട് ജോയിൻ ചെയ്യണം. അന്നപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഉണ്ടാവുകയും ചെയ്യും, ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഇല്ലാണ്ടാവും. അങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ 2 ഭാഗവും ജോയിൻ ചെയ്യണം. 2 ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ആവശ്യമില്ലാത്ത പാർട്ട് റിമൂവ് ചെയ്യാം. പിന്നെ നമ്മളെ കപ്പാസിറ്റർ എടുത്തിട്ട് അതിൽ 1 മെഗാ ഓം റെസിസ്റ്റർ ഞാൻ ജോയിൻ ചെയ്യണം. ഇങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ ഡയോഡും പിന്നെ കപ്പാസിറ്റർ എടുക്കുക 25 വോൾട്ടിൻ്റെ. ഡയോഡിൻ്റെ മൈനസും പ്ലസ്സും എന്ന് പറഞ്ഞാൽ 2 സിൽവർ ലൈനുള്ള ഭാഗമാണ് ഡയോഡിൻ്റെ പ്ലസ്, സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗം മൈനസും. പിന്നെ കപ്പാസിറ്ററിൻ്റെ മൈനസ് അല്ലെ പ്ലസ് ഡയോഡിൻ്റെ പ്ലസ്സുമായിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ മൈനസുമായിട്ട് ജോയിൻ ചെയ്യുക ഡയോഡിൻ്റെ. അങ്ങനെ തെറ്റിപ്പോയാൽ ചിലപ്പോൾ കപ്പാസിറ്റർ ബ്ലാസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, അന്ന് സൂക്ഷിക്കുക. പിന്നെ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ zener ഡയോഡ് എടുക്കണം, 12 വോൾട്ടിൻ്റെ zener ഡയോഡ്. ഇത് 9 വോൾട്ടിൻ്റെ ആണെങ്കിൽ 9 വോൾട്ട് ഔട്ട്പുട്ടാണ് വരിക. പിന്നെ zener ഡയോഡിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലൈൻ ഉള്ളതാണ്. അത് നമ്മൾ കപ്പാസിറ്റർ ജോയിൻ ചെയ്താൽ തന്നെ പ്ലസിൻ്റെ സ്ഥലത്ത് ജോയിൻ ചെയ്യുക, മൈനസിൻ്റെ സ്ഥലത്തും ജോയിൻ ചെയ്യുക. പിന്നെ വേറെ എവിടെ ടച്ചാണോ നോക്കണേ, ടച്ച് ആവരുത്, അതിനെക്കൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയോഡിൻ്റെ ആണ് ഒരു സിൽവർ ലൈൻ ഉണ്ടാവും, ഒരു സിൽവർ ലൈൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഭാഗത്താണ് ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മളെ റെസിസ്റ്റർ ജോയിൻ ചെയ്ത കപ്പാസിറ്റർ എടുത്തിട്ട് അങ്ങനത്തെ ഒരു ഭാഗത്തേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് സിൽവർ ലൈൻ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കേണ്ട സ്ഥലം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ജോയിൻ ചെയ്താൽ ഇങ്ങനത്തെ കപ്പാസിറ്റർ ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സോൾഡറിങ് ആണ്. സോൾഡറിങ് കൊണ്ട് എല്ലാ ലെഗ്സും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓവർ സോൾഡർ ചെയ്തൊന്നും കൊടുക്കണ്ട. അങ്ങനെ എല്ലാ ലെഗ്സും സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ലെഗ്സ് കട്ട് ചെയ്ത ആളുണ്ട്. ലെഗ്സിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് ഹാഫ് കട്ട് ചെയ്ത ആൾ വേണം. അങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഇതൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 2 വയർ എടുക്കാണ്ട്, സെയിം കളറിലായ കുഴപ്പമില്ല. ഇത് ഡയറക്റ്റ് കറണ്ടിനാണ്. അപ്പോൾ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഒരു വയർ നമ്മളെ കപ്പാസിറ്ററിൻ്റെ അടുത്ത ലെഗിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു വയർ ഒരു സിൽവർ ലൈൻ ഉള്ള ഭാഗത്തും ഒരു സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗത്തും സോൾഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജോയിൻ ചെയ്ത സ്ഥലത്തോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിരിക്കണ്. പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു MDF ബോർഡ് എടുത്തിന് അങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൽ ഉണ്ടാക്കാനാണ്. അതിലെടുത്തിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ കൊണ്ട് അവിടെ ആക്കിയിട്ട് അത് ഒട്ടിച്ച് കുറച്ച് നല്ലോണം തന്നെ ഒട്ടിച്ചോളി, കാരണം അവിടെ നിൽക്കേണ്ടതാണ്, ഇളകി പോകരുത്. അതിനോണ്ട് നല്ലോണം തന്നെ ഒട്ടിക്കണം. അങ്ങനെ ഹോട്ട് ഗ്ലൂവിനോട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഫുള്ള് കവർ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഒരു ബോക്സ് ടൈപ്പ് ആക്കണം എന്ന് എനിക്ക്, അതിനോണ്ട് ഞാനത് ഫുള്ള് കവർ ചെയ്ത് പിന്നെ പ്ലസ്സും മൈനസിനും ഞാൻ ഒരു വയർ എടുത്തിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് പിന്നെ പ്ലസ്സും മൈനസും സോൾഡർ ചെയ്തു. ഇതിൻ്റെ പ്ലസ്സും മൈനസും ഞാൻ പറഞ്ഞില്ലേനോ, നമ്മൾ കപ്പാസിറ്ററും zener ഡയോഡും ഒക്കെ ജോയിൻ ചെയ്താൽ ആടാണ് പ്ലസ്സും മൈനസും. അങ്ങനെ ആടെ പ്ലസ്സും മൈനസും ജോയിൻ ചെയ്ത് കൊടുക്കുക, അല്ല സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ ഭാഗവും ഫുള്ള് കവർ ചെയ്ത് അതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ AC ൻ്റെ വയേഴ്സ് പുറത്തെടുത്ത്
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു LED എടുത്ത് ഇത് വേണമെങ്കിലാണ് 1K റെസിസ്റ്ററും എടുത്ത് സോൾഡർ ചെയ്തിട്ട് നമ്മൾ സെന്നർ ഡയോഡ് കപ്പാസിറ്ററൊക്കെ ജോയിൻ ചെയ്താൽ തന്നെ അതും അങ്ങനെ ജോയിൻ ചെയ്തു. ഇതൊരു ഇൻഡിക്കേറ്ററിനാണ് 12 വോൾട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ AC സ്ഥലത്ത് 68K റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് അവിടെയും വെക്കാം. പിന്നെ ഞാനിത് മൂടി LED-ക്കുള്ള ഒരു സ്ഥലവും വിട്ട് കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്താൽ നമ്മുടെ 12 വോൾട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തും. ഇതാ വർക്ക് ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുള്ളായി. പിന്നെ ഞാനത് 12 വോൾട്ടാണെന്ന് കാണിച്ചു തരാം. ഇത് 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പാണ്. ഇതിലേക്ക് 12 വോൾട്ട് കൊടുത്താലേ ഇത് വർക്ക് ചെയ്യും, വേറെ ഒന്നും കൊടുത്താൽ വർക്ക് ചെയ്യില്ല. അതിനോടാണ് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിലേക്ക് 12 വോൾട്ട് കൊടുക്കുമ്പോൾ ഇത് റെഡ് ലൈറ്റാണ്, അതിനോട് റെഡ് ലൈറ്റ് എത്തുക. പിന്നെ ഇത് കൊടുത്താൽ വർക്ക് ചെയ്യും, ഉണ്ടല്ലേ? 12 വോൾട്ടാണ് ഉറപ്പായി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതിന് കൂടുതൽ ആംബിയർ ഉണ്ടാവില്ല, എന്നപ്പം മോട്ടറൊന്നും ഓവർ വർക്ക് ചെയ്യില്ല. സോ ഇന്നത്തെ വീഡിയോ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.